ഹലോ നമസ്കാരം, ഞാൻ മിലൻ പെപ്പെ തന്നെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പേരല്ല, ആക്ച്വലി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ അൻഷാദിക്കല്ലേ, അൻഷാദിക്കട അനിയൻ്റെ കടയിൽ, അതായത് മാർവൽ, നമ്മുടെ മാക്സ് കൊല്ലത്ത് തന്നെ മാക്സിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടയാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് ഒരു ചെറിയൊരു ഔട്ട് ഫിഗർ മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ ലിസ്റ്റ് എഴുതി വെച്ചു, എവിടെയൊക്കെ ആ പേപ്പറൊക്കെ പോയി. പിന്നെ നമ്മുടെയൊക്കെ ഭയങ്കര ഉത്തരവാദിത്തം പെട്ട ഒരു സ്വഭാവമാണല്ലോ എല്ലാ ഒരു കാര്യത്തിനും. പിന്നെ അതിനകത്ത് എന്തായാലും നമുക്ക് കുറച്ച് ഫാൻ മേടിക്കണം. ഫാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ, ബാക്കിൽ, ടോപ്പിൽ ഒരു 4 ഫാൻ മേടിക്കണം. അത് ആക്ച്വലി ഡബിൾ ഫാൻ ഇല്ലേ വണ്ടിയിലൊക്കെ വരുന്ന, അപ്പോൾ നമ്മുടെ AC ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു കാര്യം ഫാന്. പിന്നെ നമുക്ക് കുറച്ച് ലൈറ്റും, അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് വേറെയും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്, ബാറ്ററിയിൽ നിന്ന് വയറൊക്കെ വലിക്കാനുള്ള സാധനങ്ങൾ, പിന്നെ അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും. അപ്പോൾ വണ്ടിയുടെ AC ഒക്കെ ഓഫ് ആക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നിന്ന് പുഴുകുന്നുണ്ട്. എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ട് നമുക്ക് അൻഷാദിക്കട അനിയൻ്റെ കടയിൽ ചെന്ന് അൻഷാദിക്കട അനിയനെ പരിചയപ്പെടാം. കടയൊക്കെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കടയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തി കൂടെ എല്ലാവർക്കും. കട പേരെന്ന് പറഞ്ഞോട്. നമ്മുടെ അൻഷാദിക്കട സ്വന്തം അനിയനാണ്. അപ്പം അൻഷാദിക്കടത്ത് എങ്ങനെ പറഞ്ഞിക്കാ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. എന്തിനാണ് മേടിക്കുന്നത്? നീ നേരെ അവിടെ കടയുണ്ട്, നമുക്ക് ശരി അങ്ങോട്ട് ചെല്ലുന്നത് എന്നെ വിളിച്ചറിഞ്ഞേക്കും. എന്നാലും പോയി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. എടുക്കുന്നതിൻ്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വൈകിട്ടാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ കടയിലേക്ക് തിരിച്ചു വന്നു. നമ്മളൊരു ഹോൾസെയിലായിട്ട് സാധനം എടുക്കുന്ന സ്റ്റോറിൽ പോയി എടുത്തതാണ്. അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി നമുക്ക് ഫാനുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുറച്ച് നല്ല അടിപൊളി സാധനം, ലോക്കൽ സാധനങ്ങളുണ്ട്, പക്ഷേ അതൊന്നും അല്ല നമ്മൾ എടുത്തിരിക്കുന്ന നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല സാധനം. ഇപ്പം പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ പിള്ളേർക്ക്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ ഫാൻ പരിചയപ്പെടാൻ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫാൻ ഇതാണ്. അപ്പം ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ ഒരുപാട് ചൂടിൽ നിന്നും സഹായിക്കാനായിട്ടുള്ള നമ്മളെ സുന്ദര കുട്ടപ്പൻ ഒന്നുവൻ. രണ്ടാമത് അവൻ്റെ വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു ഫാനും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഉള്ള ബഡ്ജറ്റിൽ നമുക്ക് കൺസ്ട്രെയിൻ ആയിട്ടുള്ള ബഡ്ജറ്റ് ആയതുകൊണ്ട് നമുക്ക് 2 ഫാനിൽ പോതിക്കാം. പയ്യെ നമുക്ക് പൈസയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഓരോന്നോരോന്ന് കൂട്ടാം. പിന്നെ വേറൊരു യൂണിറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡാഷിൽ വെക്കാനായിട്ടുള്ള. ഇത് ഇത്രയും തന്നെ വരുമ്പോഴത്തേക്ക് കൊടുങ്കാറ്റായിരിക്കും വണ്ടിക്കകത്ത്. ഇത് നല്ല ബ്ലോവറാണ്. അപ്പോൾ ജസ്റ്റ് ഫാനൊന്ന് വർക്കാക്കി കാണിപ്പിച്ചു കൊടുക്കാം കേട്ടാക്കാം. ബാറ്ററി ഇരിപ്പുണ്ടോ? അതേ കാരണം കിട്ടുക. ഓക്കെ, നമ്മുടെ ഫാനൊക്കെ ഒന്ന് കാണാം. ആഹാ, ഇളം കാറ്റ് വീശുന്നു, തേങ്ങാക്കുലകളാടുന്നു. ഇതൊക്കെ മതി. ഞാനിപ്പോൾ ഒരു 4 ദിവസമായിട്ട് വണ്ടിക്കകത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അതൊരു കാറ്റും ഇല്ല, വെളിച്ചമില്ല. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു കാറ്റൊക്കെ അടിച്ചിട്ട് സ്വർഗം തന്നെയാണ് എന്ന് പറഞ്ഞാലും. അത്യാവശ്യം നല്ല കാറ്റുണ്ട്. നമ്മുടെ AC യൂണിറ്റിൻ്റെയൊക്കെ മിഡി വെക്കുന്ന സാധനമല്ലേ, AC യൂണിറ്റിൻ്റെ കാറ്റ് ഇച്ചിരി കൂടെ കിട്ടാനായിട്ട്. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി 2 ഫാനുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്തോണ്ടിരാം. നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ എടുത്തുകൊണ്ട് വന്നത്. നമുക്ക് പോയി പെപ്പെ എടുത്തോണ്ടിരാം. പെപ്പെ സൂക്ഷിച്ച് കണ്ടൊക്കെ കൊണ്ടുവരണം. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ മറ്റേ രജിസ്ട്രേഷൻ മാറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പെപ്പയെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് സെറ്റാക്കി നമുക്ക് ബാക്കി എൻ്റെ ഇൻറ്റീരിയറിനകത്തുള്ള ലൈറ്റും ഫാനൊക്കെ വെച്ച് അടിപൊളിയാക്കി നമുക്ക് പെപ്പയിൽ നിന്ന് കിടന്ന് ഉറങ്ങാം. കഴിച്ചപ്പോൾ നമ്മുടെ പെപ്പെ നാടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മാർവലിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പം. അതായത് കറക്റ്റ് കടയെന്ന് വെച്ചാൽ വേണ്ട മാക്സ് ഉണ്ടോ, കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കടയല്ലേ മാക്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർവൽ. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പം പുതിയതായിട്ട് വന്നവർ വണ്ടിയുടെ റൂഫ് പൊങ്ങുന്നത് കാണുന്നില്ല. പക്ഷേ നമുക്ക് ടൈം ലാപ്സ് ഞാൻ റൂഫ് പൊങ്ങുക നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പഴയ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. പുതിയതായിട്ട് വന്നവർ ഒരുപാട് കമൻറ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നമ്മൾ റൂഫ് പൊക്കുന്നത്. ഗ്യാസൊക്കെ നമുക്ക് ഈ ഫാന് അപ്പം ബാക്കി വെക്കാം അല്ലേ? ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കാം എവിടെയാണ് വെക്കാൻ പോണതെന്ന്. ഓക്കെ, അപ്പോൾ അത് അവിടെ വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ പൊക്കുമ്പോഴത്തേക്ക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫാൻ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫേസ് മുഖത്തോടോ അപ്പോൾ നമുക്ക് വേണ്ടുന്ന അളവിലോട്ട് നമുക്ക് ഫാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും. ബാക്കി ഏതൊരു സ്പോട്ട് വെച്ചാലും സിംഗിൾ യൂസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്പോട്ട് വെച്ചത്. അപ്പം വേറെ നല്ല സ്പോട്ടുകളുണ്ടെങ്കിൽ ഞങ്ങളിപ്പം കുറേ ഇരുന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നിയൊരു സ്പോട്ട് അതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ വെക്കുക. അതായിട്ടത്
അപ്പം നമ്മുടെ പെപ്പയുടെ ഏറ്റവും ആദ്യത്തെ ഫാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ഓണാക്കി ഒന്ന് കാറ്റടിപ്പിച്ച് കാണിച്ചു കൊടുക്കാം. സൈലൻ്റാണ്, സാധനമൊക്കെ സൈലൻ്റാണ്. നമുക്ക് റൊട്ടേറ്റിംഗ് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം ഇഷ്ടപ്പെട്ടു. ആണ് റൊട്ടേറ്റിംഗ് മോഡുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് ബാക്കിലുണ്ട്. ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സ്വിച്ച് വലിച്ച് നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാമല്ലോ സ്വിച്ച് വലിച്ച്. അപ്പോൾ ഫ്രണ്ട് ഡ്രൈവിംഗ് സീറ്റിന് അവിടെ തന്നെ നമുക്ക് സ്വിച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് എത്തിയിടേണ്ട കാര്യമുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം അത് മതി, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ഫാൻ. പിന്നെ ഇവൻ്റെ ഒരെണ്ണം കൂടെ ഉണ്ട്, അവനെ റൂഫിൽ കൊടുത്താലോ ഏറ്റവും നമ്മുടെ ടോപ്പ് റൂഫില്ലേ അവിടെ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ഊരുന്ന റിമൂവബിൾ ആയിരിക്കണം. അപ്പോൾ അതിനൊരു ഐഡിയ പെട്ടെന്ന് അങ്ങോട്ട് കത്തുന്നില്ല. കത്താതെ അവിടെ പോകാനല്ലേ. അപ്പോൾ നമ്മുടെ റൂഫിൽ ഫിറ്റ് ചെയ്യേണ്ട ഫാൻ ഒരിക്കലും നമുക്ക് അവിടെ കംഫർട്ടബിളായിട്ട് വെക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്ലാമ്പ് സെറ്റപ്പ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, വേണ്ട ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഊരണം. വേണ്ട ഇങ്ങനെ ഊരാം. കറക്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫാൻ കിട്ടും. അപ്പോൾ ഇത് താത്താലും നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയില്ല. അപ്പോൾ ഇനി നമുക്കത് ഊരാം. ഓക്കെ, ഇത്രയുള്ള സംഭവം, സിമ്പിളാണ്. ഊരി നമുക്ക് താഴെ വെച്ചേക്കാം, ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതേസമയം ഇനി അടുത്തത് നമ്മുടെ LED സ്ട്രിപ്പ് കൊടുക്കുകയാണ്. സംഭവം LED നമുക്ക് ലോട്ടറി അടിക്കുക. നമുക്ക് LED ഫ്രീ ആയിട്ട് തരിക. ഇതിനകത്ത് വൻ സെറ്റപ്പൊക്കെയാണ്, ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള LED സ്ട്രിപ്പാണ്. എന്തൊക്കെ കുറേ സ്പെസിഫിക്കേഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് അതെല്ലാം ഉപയോഗിച്ച് സെറ്റപ്പുകളെല്ലാം കാണാം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇതാകുമ്പം കറക്റ്റ് സ്പോട്ടല്ലേക്കാ, നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കും. അടിയിൽ കാണിച്ചു കൊടുക്കാം. ഈ പോയേക്കുന്ന പീസാണ്ട നമുക്ക് കറക്റ്റായിട്ട് ആംബിയൻ ലൈറ്റിൻ്റെ നല്ല അടിപൊളി സെറ്റപ്പ് നമുക്ക് കിട്ടും. പിന്നെ ഒരു ചാത്തൻ സെറ്റപ്പല്ല, ചാത്തൻ വണ്ടികളൊക്കെ പോകത്തില്ലേ ചില വണ്ടികൾ ഫുള്ള് ലൈറ്റൊക്കെ ചെയ്ത് എന്തോ ദീപാവലിയാണ് പള്ളിപ്പെരുന്നാളൊക്കെ നമ്മളെ കളിയാക്കത്തില്ലേ, ആ സെറ്റപ്പല്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ആകെ ഇരുട്ടിപ്പോയല്ലേ, ഒരുപാടങ്ങ് ഇരുട്ടിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതെന്താടാ സൈഡിലൊരു വണ്ടി, ഏതാ വണ്ടി? അത് നമ്മുടെ അബ്ദുക്കയുടെ വണ്ടി. ഈ വണ്ടിയെക്കുറിച്ച് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തത്തില്ല. അവിടെ നിൽപ്പോൾ നമ്മുടെ അബ്ദുക്ക ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അബ്ദുക്കയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ 100 രൂപ കൊടുത്ത് ഞാൻ കുറേയൊക്കെ പൊക്കി പറയിപ്പിച്ചിട്ടുണ്ട് അബ്ദുക്കയ്ക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം അല്ലേ. വണ്ടിയുടെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എന്തൊക്കെയാണ് പണി ചെയ്തത്. ഇലക്ട്രിക്കലിൻ്റെ പണി തീർന്നിട്ടില്ല. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. തീർച്ചയായിട്ടും അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ബാക്കി ഇന്ന് ഇലക്ട്രിക്കൽ വയറിങ് കംപ്ലീറ്റ് ചെയ്യണം. ഒക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ബാക്കിയുള്ള പണികൾ കൂടെ കാണാം അല്ലേ. അപ്പോൾ കിടന്നു അല്ല സുഖമായിട്ടാണ് കിടന്നുറങ്ങട്ട് ഇരുന്ന് നീ ചാറ്റ് ചെയ്തു. നമ്മൾ മെയിനായിട്ട് ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഈ ഒരു സ്ട്രിപ്പ് പോയേക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രിപ്പ് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് കണ്ട്. അപ്പം ഈ സ്ട്രിപ്പിൻ്റെ വയറിംഗ് ഒന്നും നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊന്നും നമ്മുടെ ഈ ഫാനാണ്. അപ്പോൾ ഈ ഫാൻ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലേ. പിന്നെ മുകളിലാണെങ്കിൽ 2 സീലിംഗ് ലൈറ്റ് വെച്ചേക്കുന്നുണ്ട്, ഒന്ന് അവിടെയും ഒന്നാണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി നമുക്ക് ആ സീലിംഗ് ലൈറ്റൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു ഫാൻ വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ ചെയ്ത് നിർത്തിയേക്കുന്നത്. അതായത് വയർ മാത്രം വലിച്ചിട്ടേക്കുവാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ഇരുട്ടിപ്പോയുണ്ട്. പിന്നെ 7 മണിയാകുമ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യണ്ടേ ഷോപ്പൊക്കെ. നമുക്കിനി ബാക്കി പരിപാടികളൊക്കെ കാണാം. കഴിച്ചപ്പോൾ നമ്മുടെ മാർവലിൽ എത്തിയിട്ടുണ്ട്. പൈക്ക വണ്ടികളൊക്കെ കയറ്റിയൊക്കെ ഇട്ട് എല്ലാം പൊക്കിയൊക്കെ നിർത്തിയേക്കുക. തുടങ്ങി കളഞ്ഞല്ലേ? ഓക്കെ. എന്തെറ്റി മുട്ടായി? 2 വർഷമായി. 2 വർഷമായി അല്ലേ? പിന്നെ അല്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 2 വർഷത്തെ സെലിബ്രേഷനാണ്.
എന്തായാലും നമുക്കിനി ബാക്കി വണ്ടിയുടെ വിശേഷങ്ങൾ, ബാക്കി പണികളൊക്കെ മാറ്റി ഫാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആകാം. ഏകദേശം നമ്മുടെ ഫാനൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, വയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ വയറിങ് നമ്മൾ വന്നിരിക്കുന്ന ഇവിടെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ തൂക്കി ഇറക്കിയേക്കുവാണ്. കാര്യം വേറെ ഒന്നുമില്ല, വേറെ ഇതിനകത്തൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വയറൊക്കെ ഒരുപാട് വേണ്ടി വരും. ഇങ്ങനെ ഫ്രണ്ട് ആണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് തൂക്കി ഇറക്കാം. അപ്പോൾ താഴുമ്പോഴത്തേക്ക് അതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും വയർ ഒരു എക്സ്ട്രാ ഷേപ്പ് വേണം. അത് ഭയങ്കര ബോറായിട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്, നമ്മളങ്ങനെ കൊടുത്തില്ല. ഈ വയർ നമ്മൾ താഴോട്ട് ഇറക്കി നമ്മളിവിടെ എല്ലാം കൂടെ ഒരു സ്വിച്ചിനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കണക്ഷനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള സ്വിച്ചുകളെല്ലാം ഈ ഒരു സൈഡിൽ കൊടുക്കാം. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനെക്കാട്ടി ഒരുപാട് വയർ വലിക്കണ്ട. പിന്നെ നമ്മുടെ ആവശ്യം എപ്പോഴും നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ആയിരിക്കത്തില്ല നമ്മുടെ ഫാൻ്റെ ഒക്കെ ആവശ്യം. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഉള്ള ഫാൻ മാത്രം അവിടെ സ്വിച്ച് കൊടുത്തിട്ട് ബാക്കിലേക്കുള്ള ഫാൻ്റെയും ലൈറ്റിൻ്റെ എല്ലാ സ്വിച്ചും ഇവിടെ കൊടുത്തേക്കും. അപ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. നമ്മൾ തുറക്കാനും പിടിക്കാനും ഒക്കെ ഇതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ അവിടെ നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം നമ്മുടെ 3 വാട്ടിൻ്റെ 2 ലൈറ്റ് എല്ലാം കത്തിച്ചിട്ടുണ്ട്. ഫാന്, അവിടെ ഒരു ഫാന്, ഫുൾ ആംബിയൻറ്റ് ലൈറ്റ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോൾ സെറ്റാക്കിയത്. സമയം പിന്നെ ഒരു ഫാനും കൂടെ ഉണ്ട്. അപ്പോൾ നൈസിന് ലൈറ്റൊക്കെ പയ്യെ കൊണ്ട് ഓഫാക്കാം, അല്ലെങ്കിൽ ചെറുക്കന്മാർ പോകുമ്പോഴത്തേക്ക് നേരെ അങ്ങ് വരും. ഇതിനെ പെരുന്നാളാണെന്ന് വിചാരിച്ച് ഓരോ സ്വിച്ചുകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ച് കണക്ഷൻ കൊടുത്തില്ലേക്കാ? ഇതേതിൻ്റെ സ്വിച്ചാണ്? ഫാൻ. ഓക്കെ, അപ്പം രണ്ടാമത്തെ സ്വിച്ച്. ഓക്കെ, അത് മേലത്തെ വാമാണെങ്കിൽ അപ്പോൾ ആ ഫാൻ ഓഫായി. ഓക്കെ, ലൈറ്റ് ഓഫായി, ഇത് ഓഫായി. ഇനി മേലത്തെ സ്വിച്ച് എല്ലാം ഓഫായി. പൊളിച്ച് 1 2 3 4 5 എല്ലാം ഓണാക്കിയപ്പോഴത്തേക്ക് പിന്നെയും പള്ളിപ്പെരുന്നാളായി. വണ്ടി ഫുള്ളും, വണ്ടി സജീവമായി. ഇപ്പം പൊളിച്ച് സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? ലൈറ്റൊക്കെ സെറ്റപ്പാക്കി സൈഡൊക്കെ മറച്ചതിന് ശേഷം നമുക്ക് അടിപൊളിയാണ്. ഏകദേശം നമ്മുടെ വണ്ടിയുടെ പണി കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് ഇവിടെ വെച്ച് കറക്റ്റായിട്ട് ഫുള്ളും കാണിക്കുന്നില്ല. വീട്ടിൽ ചേർന്ന് കംപ്ലീറ്റ് പണികളും അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പം അവിടെ കടയിൽ നിന്നും പോവുകയാണ്. അപ്പം എന്തായാലും ഇനി ഒരു വിലക്കം കൂടെ വരേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. ഇതൊക്കെ പോവുക. അപ്പം കടയിൽ മറക്കണ്ട, മാർവൽ, അതായത് നമ്മുടെ മാക്സിന് ഓപ്പോസിറ്റ്, കൊല്ലം ജില്ലയിൽ നിന്നാണ്. കൊല്ലം കറക്റ്റ് മാറവാണല്ലേ? കറക്റ്റ് മാറവാണ്. മാക്സിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട, മാർവൽ. അപ്പോൾ കട മറക്കണ്ടെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസും കൂടെ കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി നമ്മുടെ ആ വർക്ക് കൂടെ കണ്ടിട്ട് ഇന്നത്തെ വ്ലോഗ് നിർത്തി തുടങ്ങിയത്. ശേഷവും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ പെപ്പെ സൈഡിൽ കിടപ്പുണ്ട്. ഇപ്പോൾ പെപ്പെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരനാക്കി നിർത്തിയേക്കാണ്. അപ്പം പെപ്പയുടെ ആ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം.
ഒരുപാട് അടിപൊളി കിടിലൊന്നുമല്ല, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ രാത്രിയിലാണ് അതിൻ്റെ ഭംഗിയുള്ളത്. പക്ഷേ നമ്മുടെ ഇരിക്കുന്ന ഒരു ഗോപ്രോ ആയതുകൊണ്ട് അതിൻ്റെ ഭംഗി മാക്സിമം കിട്ടത്തില്ല. ഒരു ഹാഫ് ദ റേറ്റ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പെപ്പയുടെ ലൈറ്റുകളെല്ലാം കാണാം, അല്ലെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ലൈറ്റുകൾ. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാമറ തിരിക്കുകയാണ്. നമ്മുടെ പെപ്പയാണ്. പക്ഷേ ഈ ഗോപ്രയിൽ ഇരുട്ടത്തായതുകൊണ്ട് ഭയങ്കര വെട്ടം കുറവായിരിക്കും കേട്ടോ. എന്നാലും കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പെപ്പയുടെ ഉള്ളിലോട്ട് കയറാം അല്ലേ. അപ്പം താഴത്തെ ഡെക്കിൽ താണ്ട എല്ലാം നമ്മളെ അനിയന്മാർ പിള്ളേർ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാണിച്ചത് അല്ലേ? ആ മതി. വേണ്ട, ഇതാണ് നമ്മളെ പെപ്പെ. ഇപ്പോഴത്തെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഓക്കെ. റൂഫിൻ്റെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കറക്റ്റ് ഒരു പെരുന്നാളിന് നിൽക്കുന്നൊരു ഫീൽ തോന്നുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റൊക്കെ സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ലൈറ്റുകളാണ്. ആരുടെ മൊബൈൽ ഇപ്പോൾ ആപ്പ് ഇട്ടേക്കുന്ന ആപ്പ് ഒന്ന് കാണിച്ചാടാ. പാട്ടിടല്ലേ, കോപ്പിറൈറ്റ് അടിക്കാതെ. അപ്പോൾ നമുക്ക് പാട്ടിനനുസരിച്ച് ഒരു 2 സെക്കൻഡ് കേൾപ്പിക്കാം അല്ലേ. ഒരു പാട്ടിന് ജസ്റ്റ് പാട്ടിനനുസരിച്ച് നമുക്കൊരു ഒരു സെറ്റിംഗ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താടാ. അപ്പോൾ നമുക്ക് പാട്ടിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ഓഫ് ചെയ്തോ. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന രീതിയിൽ ലൈറ്റിൻ്റെ മറ്റേ ഏതെടുത്തടാ മോഡ്, നമുക്ക് വേണ്ടുന്ന മോഡുകളെല്ലാം സെറ്റ് ചെയ്യാം മൊബൈൽ ആപ്പ് വഴി. കണ്ട, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ പല മോഡൽ സെറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് കണ്ട RGB തന്നെ നമുക്ക് പോയി റെഡ് ഫുൾ ആക്കണമെങ്കിൽ റെഡ്, പച്ച ആക്കണമെങ്കിൽ പച്ച, നീല, വെള്ള, മഞ്ഞ, ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കസ്റ്റം ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ പല കളറുകൾ നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ ആംബിയൻ അനുസരിച്ച് ഒരു സെറ്റിംഗ് ആണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം സൈഡിലാണ് സ്വിച്ച് ഫുള്ളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് സ്വിച്ചൊന്നും കാണിച്ചാലും കാണാൻ പറ്റത്തില്ല. അപ്പം ആ ലൈറ്റ് നമുക്കൊന്ന് ഓഫ് ആക്കിയേക്കാം അല്ലേ. ആ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം കിട്ടുന്ന ലൈറ്റുകളാണ് മുകളിലത്തെ രണ്ടും, പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ആ ഒരു ആംബിയൻ ലൈറ്റിങ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓഫാക്കി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. ഓക്കെ, ആംബിയൻ ലൈറ്റ് കിടക്കട്ടെ. ഈ ലൈറ്റ് ഓഫ് ചെയ്ത് വേണ്ട, ഇതാണ് നമ്മളൊരു ചെറിയ ആംബിയൻ ലൈറ്റ്. ഇപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടല്ലേ, ഒന്നും കിട്ടുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അതാണ് ഇരിക്കുന്ന ആ ഒരു സുഖം. ഇരിക്കുന്ന ആ സുഖം വളരെ എക്സ്ട്രീമാണ്. നമുക്കൊരാൾ വന്ന് ഇരുന്നാലേ നമുക്കത് കാഴ്ചയിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷെ ഒരാൾ വന്ന് ഇരുന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ലൈറ്റെല്ലാം ഓൺ ആക്കിയാൽ ഓക്കെ. കഴിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫാൻ വെച്ചിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് അത് കാണാൻ സാധിക്കത്തില്ല അല്ലേ. അപ്പോഴത്തേക്ക് കുഴപ്പമില്ല, നമുക്ക് അടുത്ത വ്ളോഗുകളിലെല്ലാം കണ്ട് നമുക്കത് ആസ്വദിക്കാം. കഴിച്ചപ്പം നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇത് ഭയങ്കര വലിയ സെറ്റപ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സംഭവം ഇത് എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്ക് എല്ലാവരുടെയും ഇപ്പോൾ നമ്മൾ വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനാണെങ്കിൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ചാൻസ് ഇല്ല. ഇത്രയും ലൈറ്റ് ഒന്നും ഇട്ടുകൊണ്ട് നമ്മൾ എപ്പോഴും ഇടിക്കത്തില്ല. ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ലൈറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. ഇതൊക്കെ നമ്മുടെ ഒരു പാർട്ടി ഒക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ഒരു ബീറ്റ് വേണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ കൂടെ ഇത് നിന്ന് കളിച്ചു തരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒന്നും ഇത് ഇടത്തൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ലൈറ്റുകളുണ്ട്. ആ ലൈറ്റുകൾ മാത്രം, ആ ലൈറ്റും ഫാനും മാത്രമേ നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് തീർക്കാനായിട്ടുള്ള സമയമായി. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കും ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു വ്ളോഗായിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വ്ളോഗ് നമുക്ക് നിർത്തി കളഞ്ഞേക്കാം. സോ ഗൈസ്, ഇറ്റ്സ് മീ മിലൻ ആൻ്റണി സൈനിങ് ഓഫ്. ബൈ.